ഇവിടെ എൻ്റെ മുന്നിലിരിക്കുന്നത് പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃനിരയിൽ പ്രവർത്തിച്ചിട്ടുള്ള ഏറ്റുമാനൂർ രാധാകൃഷ്ണേട്ടനെ പോലെ, ശശിയേട്ടനെ പോലെ, അവിടെ സിനിമാ രംഗത്ത് അദ്വിതീയനായിട്ടുള്ള ദേവൻ ചേട്ടനെ പോലെ, നമ്മുടെ DGP ആയിട്ട് തന്നെ പ്രവർത്തിച്ച് നമ്മുടെ സംഘപരിവാർ പ്രസ്ഥാനത്തിലൂടെ പ്രവർത്തിച്ച് മുന്നോട്ട് വരുന്ന ജേക്കബ് തോമസ് സാറിനെ പോലെ എത്രയോ ആളുകൾ ഈ സദസ്സിൽ ഇരിക്കുകയാണ്. പ്രഗത്ഭന്മാരായിട്ടുള്ള ജില്ലാ അധ്യക്ഷന്മാർ, സംസ്ഥാന ഭാരവാഹികൾ, കഴിഞ്ഞ കാല കേരളത്തിൽ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കാൻ വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്ന മുഴുവൻ ആളുകളും ഇരിക്കുന്ന ഈ വേദിയിൽ റോഡിൽ പ്രസംഗിക്കുന്നത് പോലെ അങ്ങനെ സുഖകരമായിട്ട് നമുക്ക് കാര്യങ്ങൾ പ്രസംഗിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ഇരിക്കുന്നത് നമ്മുടെ ആദരണീയനായിട്ടുള്ള അമിത്ഷാജിയുടെ വരവും കാത്തുകൊണ്ടാണ്. ഞാൻ പറയുന്ന ഓരോ കാര്യങ്ങളും ഇവിടെ ഇരിക്കുന്നവർ എന്നേക്കാൾ കൂടുതൽ മനസ്സിലാക്കുകയും അത് കേരളത്തിൽ നിങ്ങളുടേതെല്ലാം പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിലും നിങ്ങൾ മറ്റുള്ള ജനാധിപത്യ വിശ്വാസികളോട് സമ്മതിച്ചതിന് ശേഷം ഈ വേദി ഇന്ന് കൈയടക്കിയിട്ടുള്ളത്. കഴിഞ്ഞ സംസ്ഥാന മീറ്റിങ്ങിൽ നമ്മൾ പറഞ്ഞു, മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യത്തെ മുന്നിൽ വെച്ചുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി മുന്നോട്ട് പോകുമ്പോൾ വരാനിരിക്കുന്ന അടുത്ത തെരഞ്ഞെടുപ്പ് സമയത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലയുടെ ജനറൽ സെക്രട്ടറി എണീറ്റ് നിന്നുകൊണ്ട് പറയും, ഞാൻ ഇന്ന പ്രദേശത്തെ മുനിസിപ്പാലിറ്റിയിലെ ചെയർമാൻ ആണ് എന്ന് പറഞ്ഞ് പരിചയപ്പെടും എന്ന് നമ്മൾ ഓരോ ജില്ലകളിലും പറഞ്ഞിരുന്നു. ഇപ്പം നോക്കുന്ന സമയത്ത് ഓരോ ജില്ലകളിലും ജനപ്രതിനിധികളായി ജനങ്ങളെ അഭിമുഖീകരിക്കുകയും വിജയിക്കുകയും മുനിസിപ്പൽ ചെയർമാനായിട്ടും നമ്മുടെ ഈ അനന്തപുരിയുടെ തന്നെ കോർപ്പറേഷൻ്റെ വാതിൽ ജനങ്ങൾ തുറന്നു കൊടുത്തുകൊണ്ട് ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDAയെ ഹൃദയപൂർവ്വം സ്വീകരിച്ചപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രീമാൻ VV രാജേഷ് അദ്ദേഹം ഉപരാഷ്ട്രപതി വരുന്ന വിമാനത്താവളത്തിൽ ആ മേയറുടെ കോട്ടിട്ട് നിൽക്കുന്ന കാഴ്ച എന്നെയും നിങ്ങളെയും പുളകം ചാർത്തിയിട്ടുണ്ട് നമ്മുടെ ഹൃദയത്തിൽ എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. നമ്മൾ എത്രയോ തവണ കേന്ദ്രമന്ത്രിമാരെ, ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ സ്വീകരിക്കാൻ തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്. നമ്മൾ എത്രയോ തവണ അധികാര കേന്ദ്രങ്ങളിൽ വിരാജിക്കുന്ന വലിയ വലിയ ആളുകൾ നമ്മുടെ കേരളത്തിലേക്ക് വരുന്ന സമയത്ത് അവർക്ക് പൂച്ചെണ്ട് കൊടുക്കാൻ പോകും, അവരെ സ്വീകരിക്കാൻ ഷാളുമായിട്ട് നമ്മൾ പോകും. എന്നാൽ നമ്മൾ കണ്ട കാഴ്ച, നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് പതിറ്റാണ്ടുകൾ പ്രവർത്തിച്ച് ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതു ചുമതലയിലും പ്രവർത്തിച്ചതിന് ശേഷം നിങ്ങൾ ഒരു കോർപ്പറേഷനിലെ ഒരു വാർഡിൽ നിങ്ങൾ മത്സരിക്കണമെന്ന് പാർട്ടി തീരുമാനിച്ചപ്പോൾ ജില്ലാ പ്രസിഡന്റിന്റെ പദവിയിൽ ഇരുന്നു കൊണ്ട് തന്നെ ആ വാർഡിൽ മത്സരിക്കാൻ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് ആരാണെങ്കിലും ആ കോട്ടിട്ടുകൊണ്ട് നിൽക്കുന്ന ഒരു കാഴ്ച നമ്മുടെ എല്ലാം തന്നെ മനസ്സ് കവരുന്ന രീതിയിലായിരുന്നു കേരളം മുഴുവൻ. ആ കാഴ്ചയ്ക്ക് നമ്മൾ സാക്ഷ്യം വഹിച്ചു. ഇവിടെ വരാൻ പോകുന്ന നാളുകളിൽ നമ്മൾ പറഞ്ഞിരുന്നു, ഭാരതീയ ജനതാ പാർട്ടി നേതൃത്വം നൽകുന്ന NDA നമ്മൾ പറഞ്ഞു, മാറാത്തത് മാറും എന്നുള്ള മുദ്രാവാക്യം നമ്മൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട് ഈ കേരളത്തിൽ മുന്നോട്ട് പോകുമ്പോൾ അവിശുദ്ധ രാഷ്ട്രീയ സഖ്യം ഇരു മുന്നണികളും ഉണ്ടാക്കിയിരുന്നു എന്നതിൻ്റെ അവസാനത്തെ സൂചകം ഇന്നലെ ചില പ്രദേശങ്ങളിൽ നിന്ന് പുറത്തു വരികയുണ്ടായി. ആ സൂചകം എന്താണെന്നറിയുമോ? തെരഞ്ഞെടുപ്പിൻ്റെ ദിവസം രാവിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീമാൻ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളത്തിലെ ജനങ്ങളോട്, BJP അധികാരത്തിൽ വരാതിരിക്കാൻ ആവുന്നത്ര പരിശ്രമം ഞങ്ങൾ ചെയ്യും എന്ന്. തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണുന്ന ദിവസം കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ ഒരു പാർട്ടിയുടെ തലപ്പത്തിരിക്കുന്ന ഒരു മനുഷ്യന്റെ പ്രസ്താവന ഞാനും നിങ്ങളും കേട്ടു. അതേ ദിവസം തന്നെയാണ് കോൺഗ്രസിന്റെ തലപ്പത്തിരിക്കുന്ന സണ്ണി ജോസഫ് പറഞ്ഞത്. എന്താണ്? ഇവർ വരാതിരിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കോൺഗ്രസ് പാർട്ടിയും ചെയ്യും എന്നവർ പറഞ്ഞു. ഒരു കാര്യം ഉറപ്പാണ്, അവർ തെരഞ്ഞെടുപ്പിന് ശേഷം നടക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരുന്നു പറഞ്ഞതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവിടെ എത്തിയിട്ടുള്ള നിയോജക മണ്ഡലത്തിൻ്റെ അധ്യക്ഷന്മാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഭാരതീയ ജനതാ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റുമാർക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഈ അവിശുദ്ധമായിട്ടുള്ള സഖ്യം കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും അണിയറയിൽ അവർ എടുത്തതുകൊണ്ട്
നമ്മൾ ഓരോ പ്രദേശങ്ങളിലും എത്രയോ സീറ്റുകളിൽ 2ാം സ്ഥാനക്കാരായി പോയി കേരളത്തിൽ എന്നുള്ളതാണ്. നമ്മളെ 1ാം സ്ഥാനത്ത് വരാതിരിക്കാൻ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഓരോ ജില്ലയിലെയും നേതൃത്വം എണീറ്റ് നിന്നുകൊണ്ട് ഇന്ന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇത്ര ആളുകൾ വിജയിച്ചിട്ടുണ്ട് എന്ന് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി അവിശുദ്ധമായിട്ടുള്ള രാഷ്ട്രീയ സഖ്യം അവരുണ്ടാക്കി. ഇന്നലെ ഞാൻ കേട്ടത് ആലപ്പുഴയിലെ കായംകുളം നിയോജക മണ്ഡലത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേക നിർദ്ദേശപ്രകാരം അവിടെ 6 പഞ്ചായത്തുകളിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് അവർ സഖ്യം ചെയ്തിരുന്നു. അതിൻ്റെ ഏറ്റവും വലിയ സൂചകമാണ് ഇന്നലെ പല പ്രമുഖമായിട്ടുള്ള നോമിനേഷനുകളും 2 പാർട്ടിയും ഒരുമിച്ച് ചേർന്നുകൊണ്ട് പരസ്പരം സഹകരിച്ച് വോട്ട് ചെയ്തുകൊണ്ട് ആലപ്പുഴയിൽ അവർ നേടിയെടുത്തതിൻ്റെ ചിത്രം ഇന്ന് കേരളത്തിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഇത് ഓരോ ജില്ലകളിലും നമ്മൾ പരിശോധിക്കണം. ഓരോ ജില്ലകളിലും പരിശോധന നടത്തിക്കൊണ്ട് ജില്ലയുടെയും നിയോജക മണ്ഡലത്തിൻ്റെയും അമരക്കാർ ആ ചരിത്രം പൊതുസമൂഹത്തോട് തുറന്നു പറയണം. എങ്ങനെയാണ് നമ്മൾ 2ാം സ്ഥാനത്തായി പോയത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ഒരു വ്യക്തി, നമ്മുടെ പ്രിയപ്പെട്ട ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വന്നു. ബിപിൻ സി ബാബു നമ്മുടെ പാർട്ടിയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ ജനറൽ സെക്രട്ടറി ശ്രീ സുരേഷ് പറയുകയാണ്, നമ്മുടെ രാഷ്ട്രീയ നിരൂപകനായിരുന്ന, ഞാൻ സത്യത്തിൽ കണ്ടില്ല, ഏറെക്കാലം പൊതു ചർച്ചകൾക്കെല്ലാം നേതൃത്വം കൊടുത്തിരുന്ന ശ്രീമാൻ റെജി ലൂക്കോസ്, അദ്ദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ പ്രസ്ഥാനത്തിനകത്തേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് 2 വന്ദേ മാതരം ചൊല്ലിക്കൊണ്ട് അദ്ദേഹത്തിന് അഭിവാദ്യം അർപ്പിക്കാൻ ഈ അവസരത്തെ ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഓരോ പ്രദേശത്തെയും നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ ഒരു പുസ്തകവും പേനയും എടുത്തുകൊണ്ട് അതത് പഞ്ചായത്തുകളിൽ നിങ്ങൾ നോക്കണം. അവിടെ കോൺഗ്രസിന് കിട്ടിയ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് എത്രയാണ്? ലീഗുകാരന് കിട്ടിയ വോട്ട് എത്രയാണ്? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവർക്ക് എത്ര വോട്ടാണ് ഉണ്ടായിരുന്നത്? ആ വോട്ടുകൾ അവർ എവിടേക്കാണ് ഷിഫ്റ്റ് ചെയ്യിച്ചിട്ടുള്ളത് എന്നതിനെ കുറിച്ച് പരിശോധിച്ച് അതത് പ്രദേശങ്ങളിൽ പ്രാദേശിക ചാനലുകളോട് സംവദിക്കാൻ മണ്ഡലത്തിന്റെ കാര്യകർത്താക്കന്മാരും ജില്ലയിലെ പ്രമുഖമായിട്ടുള്ള മാധ്യമങ്ങളെ വിളിച്ചു ചേർത്തുകൊണ്ട് ജില്ലയുടെ അധ്യക്ഷന്മാരും തീരുമാനമെടുത്താൽ ഇവരുടെ ഈ കള്ളക്കളി കേരള രാഷ്ട്രീയത്തിൽ പൊളിച്ചെഴുതാൻ നമുക്ക് സാധിക്കും. അതോടൊപ്പം കേരളത്തെ സ്നേഹിക്കുന്ന, കേരളത്തോട് ഹൃദയം ചേർത്ത് വെച്ചിട്ടുള്ള എത്രയോ യാത്രകൾ കേരള സംസ്ഥാനത്തിന് വേണ്ടി നടത്തിയിട്ടുള്ള ഹോം മിനിസ്റ്റർ ഈ വേദിയിലേക്ക് വരുമ്പോൾ ഇവിടെ ജനപ്രതിനിധികളായിട്ട് ജയിച്ച ആളുകൾ എണീറ്റ് നിൽക്കുന്നതോടൊപ്പം ഞാൻ ഉൾപ്പെടെ നമുക്കെല്ലാവർക്കും ഈ പ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളും നമ്മൾ എടുക്കുന്ന തീരുമാനമെന്ന് പറയുന്നത്, നമ്മൾ കേന്ദ്രത്തിൽ പ്രധാനമന്ത്രി ഒരു പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചാൽ ആ പദ്ധതി 1 കൊല്ലം കഴിഞ്ഞാലും 2 കൊല്ലം കഴിഞ്ഞാലും 4 കൊല്ലം കഴിഞ്ഞാലും ഞാൻ നടപ്പിലാക്കില്ല എന്നുള്ള തീരുമാനത്തോടു കൂടി മുന്നോട്ട് പോകുന്ന ഈ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിൽ നിയമസഭയുടെ അകത്തിരിക്കുന്ന പ്രതിപക്ഷത്തിനും ഞാനും നിങ്ങളും കൊടുക്കേണ്ട മറുപടി എന്നുള്ളത് നമ്മൾ കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനത്ത് മുന്നോട്ട് പോയി MLA-മാരെ സൃഷ്ടിക്കുക എന്നുള്ളതോ അക്കൗണ്ട് തുറക്കുക എന്നുള്ളതോ അല്ല പ്രധാന പരിപാടി. ഡബിൾ എഞ്ചിൻ സർക്കാർ അത് കേരളത്തിന്റെ ഭരണകൂടത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമെന്നുള്ള ദൗത്യത്തിന്റെ പ്രഖ്യാപനമായിട്ടാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. അനന്തപുരിയുടെ വാതിൽ തുറക്കാമെങ്കിൽ 101 പേരിൽ ഇത്രയധികം ആളുകളെ വിജയിപ്പിച്ചുകൊണ്ട് അനന്തപുരിയുടെ വിജയം എന്ന് പറയുന്നത് നമ്മൾ ക്രമേണ തുടങ്ങി. 2004 നമ്മുടെ പ്രിയപ്പെട്ട O രാജഗോപാൽജി മത്സരിക്കുമ്പോൾ നമ്മുടെ തിരുവനന്തപുരത്ത് നമുക്ക് 2ാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടും ഈ തിരുവനന്തപുരത്ത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ജനങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് നിയമസഭയിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടവർ അസംബ്ലിയിലേക്ക് കടക്കാതിരുന്നത് ഭാരതീയ ജനതാ പാർട്ടിയുടെ MLA-മാർ ഉണ്ടാകണമെന്ന് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കാത്തത് കൊണ്ടല്ല, നമ്മൾ പണിയെടുക്കാത്തത് കൊണ്ടല്ല, നമ്മുടെ നേതാക്കന്മാർക്ക് കഴിവ് കുറവുകൾ ഉള്ളത് കൊണ്ടല്ല, മറിച്ച് ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുമിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഓരോരുത്തരെ തെരഞ്ഞു പിടിച്ച് പരാജയപ്പെടുത്തിയത് കൊണ്ടാണ്. എനിക്ക് പറയാൻ സാധിക്കും, ഞാൻ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് കഴക്കൂട്ടത്താണ്.
അവിടെ ശബരിമലയിൽ ആചാരത്തെ തകർക്കാൻ അയ്യപ്പനെ വെല്ലുവിളിച്ച ശ്രീമാൻ കടകംപള്ളി സുരേന്ദ്രനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുമ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുൻപ് കരുതിയത് കോൺഗ്രസിലെ ഏറ്റവും വലിയ ഒരു നേതാവിനെ ആ കടകംപള്ളിക്കെതിരെ മത്സരിപ്പിക്കാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വം തയ്യാറാകുമെന്നായിരുന്നു. എന്നാൽ നമുക്ക് കാണാൻ സാധിച്ച ഒരു കാഴ്ച എന്ന് പറയുന്നത് കോൺഗ്രസ്സുകാർ പോലും അറിയാത്ത ഒരു ലാലേട്ടനെ അവിടെ സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസ്. എന്തുകൊണ്ടാണ്? കടകംപള്ളിയെ വിജയിപ്പിക്കാൻ വേണ്ടി. കഴക്കൂട്ടത്തെ കടകംപള്ളിയെ വിജയിപ്പിക്കാൻ എടുത്ത അതേ തീരുമാനമായിരുന്നു മഞ്ചേശ്വരത്ത് ശ്രീമാൻ സുരേന്ദ്രനെതിരെ പ്രയോഗിച്ചത്. ശ്രീമാൻ സുരേന്ദ്രൻ കേരള നിയമസഭയ്ക്കകത്ത് കടക്കരുത് എന്ന് തീരുമാനമെടുത്തുകൊണ്ട് ആരാണോ ജയിക്കേണ്ടയാളെന്ന് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയുടെയും നേതാക്കന്മാർ അണിയറയിൽ തീരുമാനമെടുക്കും. അവർ നമ്മളെ തോൽപ്പിക്കും. 1/2 ഡസൻ ആളുകളെയാണ്, ഞാൻ ഉൾപ്പെടെ 1/2 ഡസൻ ആളുകളെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനത്ത് നിർത്തി. പ്രിയപ്പെട്ടവരെ, 5 വർഷം പിന്നോട്ട് വീണ്ടും നമ്മൾ ചിന്തിക്കുക. 5 വർഷം പിറകിലായിട്ട് നമ്മൾ പോയാൽ അതിൻ്റെ 5 വർഷം മുമ്പ് പാലക്കാട് ഞാൻ മത്സരിക്കാൻ പോയി. ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച, പ്രഗത്ഭനാണ് എന്ന് കേരളത്തിന് ബോധ്യമുള്ള, മാർക്സിസ്റ്റ് പാർട്ടിക്കും കുറച്ചു ബോധ്യമുള്ള പാലക്കാട്ടുകാരനായ NN കൃഷ്ണദാസ് എന്ന് പറയുന്ന 10 വർഷത്തിലധികം ഇന്ത്യൻ പാർലമെന്റിൽ ഇരുന്ന് കരുത്തു തെളിയിച്ച ആ NN കൃഷ്ണദാസിനെ ഷാഫി പറമ്പലിനെതിരെ മത്സരിപ്പിക്കുന്നു. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മത്സര രംഗത്ത് മുന്നോട്ട് പോകുന്നു. അവിടെ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ഞാനും മത്സര രംഗത്ത് നിൽക്കുന്നു. എലക്ഷൻ്റെ വോട്ട് പെട്ടിയിലാകുന്നതിന് 10 ദിവസം മുൻപ് ശ്രീമാൻ NN കൃഷ്ണദാസിനെ കാണാതാവുന്നു. എവിടെയുമില്ല, പ്രസംഗമില്ല, അദ്ദേഹത്തിൻ്റെ യാത്രകളില്ല, അദ്ദേഹം ആരുടെയും വീടുകളിൽ കയറുന്നില്ല. NN കൃഷ്ണദാസിനെ കണ്ടുപിടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവിടുത്തെ പോലീസ് അധികാരിക്ക് സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിൽ നമ്മളൊരു പരാതി നൽകി. അത് തമാശയായിരുന്നു എങ്കിൽ പോലും അത് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയായിരുന്നു. ആ NN കൃഷ്ണദാസിന്റെ പാർട്ടി ഉണ്ടല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി, ആ മാർക്സിസ്റ്റ് പാർട്ടി ഷാഫി പറമ്പിലിനെ ജയിപ്പിക്കാൻ വേണ്ടി വോട്ടുകൾ മറിച്ചു കൊടുത്തുകൊണ്ട് അന്നും തോൽപ്പിച്ചു. എന്നെ മാത്രമല്ല, അപ്പുറത്ത് മലമ്പുഴയിൽ നിന്ന് കൃഷ്ണകുമാർ തോറ്റു. കാരണം കൃഷ്ണകുമാർ മത്സരിച്ചത് മലമ്പുഴയിലെ VS അച്യുതാനന്ദന്റെ മണ്ഡലത്തിലായിരുന്നു. അവിടെ മാർക്സിസ്റ്റ് പാർട്ടി വിജയിക്കട്ടെ എന്ന് കരുതിക്കൊണ്ട് ഒരു ദുർബലനായിട്ടുള്ള, അതായത് രാഷ്ട്രീയത്തിൽ അങ്ങനെ പയറ്റി തെളിഞ്ഞ് കടന്നു വരാത്ത, എന്നാൽ ചെറിയ രീതിയിൽ മാത്രം ആളുകൾക്ക് അറിവുള്ള ജോയ് എന്ന് പറയുന്ന ഒരു നേതാവിനെ കോൺഗ്രസ് അവിടെ മത്സരിപ്പിക്കുന്നു. കൃഷ്ണകുമാറും തോറ്റു, അപ്പുറത്ത് ശ്രീമാൻ സുരേന്ദ്രനും തോറ്റു. ഞാൻ പറഞ്ഞു വന്നത്, കഴിഞ്ഞ 10 വർഷം ഭാരതീയ ജനതാ പാർട്ടിയുടെ വിവിധ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവരുടെ ജീവിതത്തെയല്ല അവർ നഷ്ടപ്പെടുത്തിയത്. അവർ നഷ്ടപ്പെടുത്തിയത് നമ്മുടെ മണ്ഡലത്തിൻ്റെയും ജില്ലയിലെയും പ്രാഗൽഭ്യത്തോടുകൂടി പ്രവർത്തിച്ച് കടന്നു വരുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ മുന്നേറ്റത്തെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ പരിശ്രമിച്ചതെങ്കിൽ ആ ശ്രമം കേരള രാഷ്ട്രീയത്തിൽ വിജയിച്ചുവെങ്കിൽ നമ്മുടെ ആദരണീയനായിട്ടുള്ള മുൻ കേന്ദ്രമന്ത്രി ശ്രീ V മുരളീധരൻജി ഈ വേദിയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല, ഏതെങ്കിലും വ്യക്തികളെ തോൽപ്പിക്കുക എന്നുള്ളതല്ല. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്ന പ്രസ്ഥാനം കേരള രാഷ്ട്രീയത്തിൽ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളെ ഞങ്ങൾ കേരള നിയമസഭയിൽ ചർച്ച ചെയ്യിക്കില്ല എന്ന തീരുമാനമെടുത്തുകൊണ്ടാണ് കേരളത്തിൽ കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും മുന്നോട്ട് പോയതെങ്കിൽ 10 വർഷം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ അവർ നശിപ്പിച്ചു. 10 വർഷം അവർ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ, നമ്മുടെ വർഷം നശിപ്പിച്ചപ്പോൾ എന്തുണ്ടായി? അയ്യപ്പൻ്റെ കട്ടിളപ്പാളി പൊളിച്ചു നീക്കി കൊണ്ടുപോയപ്പോൾ എണീറ്റ് നിന്ന് ചോദ്യം ചോദിക്കാൻ കേരള നിയമസഭയിൽ നട്ടലുള്ള ഒരാൾ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി. ചെന്നിത്തല പറഞ്ഞു, SITയുടെ ഉദ്യോഗസ്ഥന്മാരുടെ മുന്നിൽ രമേശ് ചെന്നിത്തല പോയി മൊഴി കൊടുത്തു. ആരാണ് SIT എന്ന് പറയുന്നത്? പിണറായി വിജയന്റെ പോലീസല്ലേ? SIT എന്ന് പറയുന്നവർക്ക് മൊഴി കൊടുക്കാൻ ആഗ്രഹിച്ച കേരളത്തിന്റെ രമേശ് ചെന്നിത്തലയോട് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്ക് ശബരിമല വിഷയം പരിപൂർണമായി തെളിയണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ദേശീയ ഏജൻസി അന്വേഷിക്കാൻ വരണമെന്നല്ലേ ശ്രീമാൻ രമേശ് ചെന്നിത്തല ആവശ്യപ്പെടേണ്ടത്?
അവരുടെ മുൻപാകെയല്ലേ രമേശ് ചെന്നിത്തല തൻ്റെ കാര്യങ്ങൾ തുറന്നു പറയേണ്ടത്? സോണിയാഗാന്ധിയുടെ കയ്യിൽ അവിടെ നിന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി കുറച്ചു നേരത്തേക്ക് ചരട് കെട്ടിക്കൊടുത്തു അത്രേ. ആരാ കെട്ടിക്കൊടുക്കാൻ പോയത്? നമ്മുടെ ശ്രീമാൻ മുരളീധരൻജി മത്സരിച്ച ആറ്റിങ്ങലിലെ, ഞാൻ മത്സരിച്ചപ്പോൾ ആറ്റിങ്ങലിൽ നിന്ന് ജയിച്ച് MP ആയി പോയ അടൂർ പ്രകാശും ഉണ്ണികൃഷ്ണൻ പോറ്റിയും സോണിയ മാഡവും ഒരുമിച്ച് നിൽക്കുന്ന ചിത്രം നമ്മുടെ മുന്നിൽ പുറത്തു വന്നു. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, അടൂർ പ്രകാശിനും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും സോണിയ മാഡത്തിനും ഈ കട്ടിളപ്പാളി പൊളിച്ചതിനെ കുറിച്ച് അറിയാം. വെറുതെ സോണിയാഗാന്ധിയെ കാണാൻ പോകുമോ? ഏറ്റവും കൂടുതൽ പുരാവസ്തുക്കൾ ഇന്ത്യ മഹാരാജ്യത്തു നിന്ന് കടത്തിക്കൊണ്ടു പോയിട്ടുള്ളത് ഇറ്റലിയിലേക്കാണ് എന്ന് ശ്രീമാൻ സുബ്രഹ്മണ്യൻ സ്വാമിയുടെ പഴയകാല റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലില്ലേ? ആ റിപ്പോർട്ടുകൾ നമ്മുടെ മുന്നിലിരിക്കുമ്പോൾ നമ്മൾ 1/2 ഡസൻ പേർ കേരള നിയമസഭയിൽ 10 കൊല്ലം മുമ്പ് ഉണ്ടായിരുന്നുവെങ്കിൽ കട്ട്ള പൊളിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിക്കാൻ ഈ കടകംപള്ളി സുരേന്ദ്രന് ആംബിയർ ഉണ്ടാകുമായിരുന്നോ എന്നുള്ള ചോദ്യം ഈ കേരള രാഷ്ട്രീയത്തിൽ ഉയർത്താൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തകന്മാർ തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു കാലാംശത്തിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് എടുക്കേണ്ട തീരുമാനം നമുക്ക് ഈ കേരളത്തിന് വിജയിക്കണമോ വേണ്ടയോ എന്നുള്ള ചോദ്യമാണ്. കേരളത്തിന് വിജയിക്കണം എന്ന ചോദ്യത്തിൻ്റെ ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അനന്തപുരി വിജയിച്ചപ്പോൾ കേരളത്തിലെ പ്രബുദ്ധതയുള്ള ജനത വിജയിച്ചു എന്നുള്ളതാണ്. അനന്തപുരി വിജയിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട രാജേഷിൻ്റെ സ്വപ്ന പദ്ധതികൾ പത്രക്കാരോട് വിശദീകരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടു. ആ പദ്ധതികളിൽ ആത്മീയ ടൂറിസം ഉണ്ട്. ആ പദ്ധതിയിൽ ഒരു നഗരത്തിൻ്റെ വികാസത്തെക്കുറിച്ചുള്ള ചർച്ചയുണ്ട്. ആ പദ്ധതികളിൽ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് എന്തെല്ലാം പദ്ധതികൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നതിനെ കുറിച്ചുള്ള വാക്കുകളുണ്ട് എന്നുകൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്നത്. 2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്ന ഒരു കണക്കാണ്. UPA ഗവൺമെൻറ് കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് കേരളത്തിൻ്റെ റെയിൽവേ മേഖലയുടെ വികസനത്തിന് വേണ്ടി കൊടുത്ത രൂപ 372 കോടി രൂപയാണ്. 372 കോടി രൂപ മാത്രം റെയിൽവേ മേഖലയ്ക്ക് വേണ്ടി കൊടുത്ത് UPA ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് PM ശ്രീയുടെ പദ്ധതി പോലും കേരളത്തിലേക്ക് വേണ്ട എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ ഉപദേശിക്കുന്ന ശ്രീമാൻ KC വേണുഗോപാലും രമേശ് ചെന്നിത്തലയും VD സതീശനും പറയുകയാണ് റെയിൽവേ മേഖലയ്ക്ക് കാര്യമായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പം നമുക്ക് പറയാൻ സാധിക്കും, എറണാകുളം കോട്ടയം കായംകുളം പാത ഇരട്ടിപ്പിക്കൽ വർഷങ്ങളോളം പൂർത്തിയാകാതെ കിടന്നു. പുനലൂർ ചെങ്കോട്ട ആ പാതകൾ ഡീസൽ പാതകളായി വർഷങ്ങളോളം കിടന്നു. എന്നാൽ NDAയുടെ ഭരണകാലഘട്ടത്തിൽ കേരളത്തിനുള്ള റെയിൽവേ വിഹിതം 7 മടങ്ങ് വർദ്ധിപ്പിച്ചുകൊണ്ട് 2704 കോടി രൂപ കേരളത്തിന് നൽകിക്കൊണ്ട് നമ്മുടെ റെയിൽവേ വകുപ്പ് മന്ത്രിയും ഇന്ത്യയുടെ ഭരണകൂടത്തിന്റെ കാവൽക്കാരൻ ശ്രീമാൻ നരേന്ദ്രമോദിയും ചേർന്ന് കേരളത്തിന്റെ റെയിൽവേ മേഖലയെ വികസിപ്പിച്ച കഥ അത് വരാൻ പോകുന്ന നാളുകളിൽ നിങ്ങൾ സമൂഹത്തോട് പറയണം. നമ്മൾ സമൂഹത്തോട് പറയും, 372 കോടിയാണോ വലുത്, 2000 കോടിയിലധികം വരുന്ന തുകയാണോ വലുത് എന്നതിനെ കുറിച്ച് നമ്മൾ ചർച്ചയാക്കപ്പെടും. നമ്മുടെ പ്രിയപ്പെട്ട മേയർ നമ്മുടെ സ്വപ്നം വിശ്വാസമായി വാക്കാക്കി മാറ്റാൻ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞനുജൻ ശ്രീമാൻ രാജേഷിനെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന പദ്ധതികളെ ഈ കേരള സംസ്ഥാനം അതീവ ശ്രദ്ധയോടുകൂടി നോക്കിക്കാണുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഓരോ ലീഡറോടും വിജയിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞിട്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്: നിങ്ങൾ ശ്രീമാൻ VV രാജേഷ് സംസ്ഥാന നേതാവായിട്ടുണ്ട്, VV രാജേഷ് ജില്ലയുടെ അധ്യക്ഷനായിട്ടുണ്ട്. എന്നാൽ ഈ നിമിഷം മുതൽ VV രാജേഷിന് നമ്മുടെ ഈ സംസ്ഥാന ഘടകം കൊടുക്കുന്ന ഒരു ചുമതല എന്ന് പറയുന്നത് അനന്തപുരിയുടെ ജോലിക്കാരനായി ശ്രീമാൻ VV രാജേഷ് പണിയെടുക്കും, ജോലി ചെയ്യും. അത് കേരളം മുഴുവൻ കാണുമെന്നുള്ള ഉത്തരവാദിത്വമാണ് സംസ്ഥാന ഘടകവും അഖിലേന്ത്യാ ഘടകവും നമ്മുടെ പ്രിയപ്പെട്ട അനുജൻ രാജേഷിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, കേരളത്തിന്റെ റെയിൽവേ മേഖല 372 കോടി രൂപ 10 കൊല്ലം കൊണ്ട് കിട്ടിയപ്പോൾ
700 കോടിയോളം രൂപ നമ്മുടെ റെയിൽവേ മേഖലയ്ക്ക് കിട്ടിയത് ഞാനും നിങ്ങളും ചർച്ച ചെയ്യും. ഇന്ന് ഒരു അവാർഡ് കേന്ദ്രം കൊടുത്തു. ആർക്കാ കൊടുത്തത്? എല്ലാ സംസ്ഥാനങ്ങളിലെയും റെയിൽവേ മേഖലയുടെ പ്രവർത്തനം പരിശോധിച്ചു. നമ്മുടെ പ്രിയപ്പെട്ട ദാസേട്ടൻ വേദിയിൽ ഇരിക്കുന്നുണ്ട്. ദാസേട്ടൻ റെയിൽവേ അമ്യൂണിറ്റി കമ്മിറ്റിയുടെ ചെയർമാൻ ആയിരുന്നു. ദാസേട്ടൻ ഓരോ സ്ഥലത്ത് പെട്ടിയും പിടിച്ചിങ്ങനെ പോകുമ്പോൾ, സംസ്ഥാന ഭാരവാഹി യോഗം കഴിയുമ്പോൾ ഞങ്ങളൊക്കെ ചോദിക്കും, ഇന്ന് എവിടേക്കാണ്? തെലങ്കാനയിലേക്കാണോ, ഡൽഹിയിലേക്കാണോ, അതോ കണ്ണൂരിലേക്കാണോ? അങ്ങനെ ഞങ്ങൾ ചോദിക്കും ദാസേട്ടനോട്. പക്ഷെ ഒരു കാര്യം ഉറപ്പായി, റെയിൽവേയുടെ അമ്യൂണിറ്റി കമ്മിറ്റി ആ ചെയർമാൻ പോസ്റ്റിൽ ഇരുന്നു കൊണ്ട് ദാസേട്ടൻ പ്രവർത്തിക്കുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന ഘടകം അദ്ദേഹത്തിനൊരു ചുമതല കൊടുക്കുകയും ചെയ്തപ്പോൾ അവിടെ ചോദിക്കാനും പറയാനും ആളുണ്ടായി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും വേഗതയിൽ റെയിൽവേ ഡബിളിംഗ് നടന്ന ഒരു സംസ്ഥാനത്തിന്റെ അവാർഡ് ആരുമറിയാതെ സംസ്ഥാന ഗവൺമെന്റ് വാങ്ങിയെടുത്ത് തിരിച്ചു കൊണ്ടുപോരുമ്പോൾ നന്ദി പറഞ്ഞില്ലെങ്കിലും നന്ദി കേട് പറയാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആ റെയിൽവേ മേഖലയുടെ വികസനത്തിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ക്യാബിനറ്റ് മിനിസ്റ്ററും അതിലിരിക്കുന്ന ഓരോ ബോർഡിൽ പ്രവർത്തിക്കുന്നവരുമാണ് എന്ന് നമ്മൾ സമൂഹത്തോട് തുറന്നു പറയും. പ്രിയപ്പെട്ടവരെ, സുഹൃത്തുക്കളെ, ദേശീയപാതയെക്കുറിച്ച് പറഞ്ഞാൽ 2 മുഖ്യമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു, 4 കേന്ദ്രമന്ത്രിമാർ ആലപ്പുഴയിൽ നിന്നുണ്ടായിരുന്നു. അവിടെ ഇപ്പോൾ എല്ലാ സ്ഥലത്തും കോൺഗ്രസിന്റെ KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ ഒരു പ്രത്യേകമായിട്ടുള്ള ചാനലുകളൊക്കെ തുടങ്ങി ചില മാധ്യമങ്ങളെയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹൈവേ വികസനത്തെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പറയണം, കേരളത്തിൽ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അവിടെ ഒരു ദേശീയ പാതയുടെ ഉദ്ഘാടനമല്ല, ദേശീയ പാത വേണോ വേണ്ടോ എന്ന് 1980 ആലോചിച്ചു. ദേശീയ പാതയ്ക്ക് വേണ്ടിയിട്ട് സാങ്ഷൻ കൊടുക്കാൻ 5 കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. എന്നാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ശ്രീമാൻ നരേന്ദ്രമോദിയുടെ നാട്ടിൽ ശ്രീമാൻ ഗഡ്കരി ഒരു പദ്ധതി ഓർത്താൽ, തീരുമാനമെടുത്താൽ, സ്വിച്ചിട്ട് കഴിഞ്ഞാൽ അതീവ വേഗതയിൽ ആ പദ്ധതി കേരളത്തിൽ പ്രാവർത്തികമാക്കപ്പെടാൻ പോവുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട കുര്യൻജി വേദിയിൽ ഇരിക്കുന്നുണ്ട്. എത്ര കോടി കൊടുത്തു എന്ന് അദ്ദേഹത്തിന് അറിയാം. അതായത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം മീറ്റിങ്ങിൽ സംസാരിക്കുമ്പോൾ 2000 കോടി രൂപയ്ക്കടുത്ത് ഫിഷറീസ് മേഖലയ്ക്ക് വേണ്ടി ഈ കേരളത്തിന് സംഭാവന ചെയ്തു കഴിഞ്ഞു കേന്ദ്ര ഗവൺമെന്റ്. 2000 കോടി രൂപയോളം ഒരു സാധാരണക്കാരൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയിലൂടെ കടന്നു വന്ന് കേന്ദ്രമന്ത്രിയായി സാധാരണക്കാരിൽ സാധാരണക്കാരനെ പോലെ ജനാധിപത്യ വിശ്വാസികളോട് ഇടപെട്ടുകൊണ്ട് എവിടെ നിന്നും പരാതികൾ സ്വീകരിച്ചുകൊണ്ട് ഇവിടേക്ക് പദ്ധതികൾ കൊടുക്കുമ്പോൾ ഇവിടുത്തെ മന്ത്രി ചിഞ്ചുറാണിയുടെ ഫ്ലക്സ് ബോർഡ് അല്ലാതെ ശ്രീമാൻ ജോർജ് കുര്യന്റെ ഫ്ലക്സ് ബോർഡോ നന്ദി വാക്കോ കേരളത്തിന്റെ പിണറായി വിജയന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നുള്ള ബോധ്യം അത് മനസ്സിലാക്കിക്കൊണ്ട് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലാ അധ്യക്ഷന്മാരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ കേന്ദ്രമന്ത്രിമാർ ചെയ്യുന്ന പ്രവൃത്തികളെ കുറിച്ച് ഞാനും നിങ്ങളും പൊതുസമൂഹത്തോട് മൈക്കിലൂടെ വിളിച്ചു പറയണം, ഫ്ലക്സ് ബോർഡുകളിലൂടെ വിളിച്ചു പറയണം, നോട്ടീസുകളിലൂടെ വിളിച്ചു പറയണം. ഈ കാര്യകർത്തൃത്വം ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം എന്നുകൂടി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഒരു മന്ത്രി കൂടിയുണ്ട്, ശ്രീമാൻ സുരേഷ് ഗോപി. എല്ലാവരും പറയുന്നത് അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല. അദ്ദേഹത്തിന് പെരുമാറാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം BJP കാരനായിരുന്നോ? അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം നിയോജകമണ്ഡലത്തിന്റെ അധ്യക്ഷനായിട്ടുണ്ടോ? അദ്ദേഹം ജില്ലയുടെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? അദ്ദേഹം സിനിമാ മേഖലയിൽ നിന്ന് അപ്രപാളികളിൽ തങ്കസൂര്യനെ പോലെ തിളങ്ങി നിൽക്കുന്ന ഒരു സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയോടും ആഭ്യന്തര വകുപ്പ് മന്ത്രിയോടും ഉണ്ടായിട്ടുള്ള കൗതുകത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും അടിസ്ഥാനത്തിൽ ഞാൻ ഈ നാടിൻ്റെ വികസനത്തിൻ്റെ കാരണക്കാരനായ ശ്രീമാൻ നരേന്ദ്രമോദിയോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് തീരുമാനമെടുത്തുകൊണ്ട് കടന്നു വന്ന ശ്രീമാൻ സുരേഷ് ഗോപിക്ക് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ പോലെയോ ശ്രീമാൻ സുരേന്ദ്രനെ പോലെയോ മാധ്യമ സുഹൃത്തുക്കളോടോ ജനങ്ങളോടോ ഇടപഴകാൻ കഴിഞ്ഞു എന്ന് വരില്ല. അദ്ദേഹത്തിന്റെ ജോലി സിനിമാ മേഖലയിലെ അഭിനയമായിരുന്നു. എന്നാൽ ഞങ്ങൾ കണക്ക് പറയിക്കും, തൃശൂർ ജില്ലയിലേക്ക് എന്തെല്ലാം പദ്ധതികൾ ശ്രീമാൻ സുരേഷ് ഗോപി കൊടുത്തു. നിങ്ങൾ എന്ത് നടപ്പിലാക്കി? എന്താ നടപ്പിലാക്കാത്തത്? തൃശൂർ പേരൂരിന്റെ ജില്ലാ കലക്ടറുടെ മുൻപാകെ എത്രയോ തവണ ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വം ചെന്നു. ഈ സുരേഷ് ഗോപി പ്രഖ്യാപിച്ച പദ്ധതികൾ അത്രയും പാതി വഴിയിൽ നിൽക്കുകയും
അതിനോട് സഹകരിക്കാൻ തയ്യാറല്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് MLA-മാർ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഈ കേരളത്തിന്റെ മണ്ണിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ടൂറിസം വകുപ്പാണ് കൈകാര്യം ചെയ്യുന്നത്. ആരാ ടൂറിസം വകുപ്പിന്റെ മന്ത്രി കേരളത്തിൽ? നമ്മുടെ മുഖ്യമന്ത്രി പിണറായിയിലെ പാറപ്പുറത്തെ പൊന്നു തമ്പുരാന്റെ മരുമകനാണ് റിയാസ്. പദ്ധതി ഇങ്ങോട്ട് കിട്ടിയാൽ അതിവിടെ ഇംപ്ലിമെന്റ് ചെയ്യണ്ടേ? ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ ആ തലക്കനം ഉപേക്ഷിച്ച് ഇതെന്റെ അമ്മായിയപ്പന്റെ സ്വത്താണ് ഈ കേരളം എന്ന് കരുതി ഇരിക്കുന്ന ടൂറിസം മന്ത്രി റിയാസിന്റെ പിടിപ്പുകേട് കൊണ്ടാണ് കേന്ദ്രത്തിന്റെ ടൂറിസം പ്രൊജക്ടുകൾ ഈ കേരളത്തിലേക്ക് നടപ്പിലാകാതെ പോകുന്നത് എന്ന് ഞാനും നിങ്ങളും കേരളത്തിന്റെ തെരുവീതിയിൽ ചർച്ചയാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ കേന്ദ്രം കേരളത്തിലേക്ക് കൊടുക്കുന്ന പദ്ധതികൾ ഇങ്ങോട്ടേക്ക് എത്രയും പെട്ടെന്ന് വരണമെന്ന് ശ്രീമാൻ പ്രകാശ് ജാവേദ്കർജിയോട് 1-2 മീറ്റിങ്ങുകൾ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നോ ഷോർട്ട് കട്ട്, ഒരെളുപ്പ വഴിയുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങളോട് ഒരെളുപ്പ വഴിയുമില്ല, നിങ്ങൾ MLA-മാരായിക്കോളൂ. ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ പ്രഗത്ഭമതികളായിട്ടുള്ള നേതൃത്വം ഇവിടെ ഇരിക്കുന്നുണ്ട്. നമ്മൾ ഇന്ന് ഒരു ദൃഢപ്രതിജ്ഞ എടുക്കും. എന്താണ്? ഡൽഹിയിൽ ഒരു പദ്ധതി സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചാൽ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് നമ്മൾ 30-ലധികം വരുന്ന സീറ്റുകളിൽ 30,000-ലധികം വോട്ടുകൾ പിടിച്ചുകൊണ്ടാണ് ഈ കേരളത്തിന്റെ മണ്ണിൽ ഇരിക്കുന്നതെങ്കിൽ വരാൻ പോകുന്ന നാളുകളിൽ നിയമസഭയെ ഇളക്കി മറിച്ചുകൊണ്ട് മാറ്റങ്ങൾക്ക് കാരണക്കാരായി മാറാൻ എൻ്റെ സഹപ്രവർത്തകന്മാർ, സഹോദരന്മാർ പ്രതിജ്ഞ ചെയ്തുകൊണ്ട് മുന്നേറിയാൽ 2 മുന്നണികളും കിടുകിട കേരളത്തിൽ വിറയ്ക്കും. നമ്മൾ വിറപ്പിക്കുമെന്നുള്ള ആ പ്രതിജ്ഞയോടുകൂടി ഇവിടെ നിന്ന് നമ്മൾ പിരിഞ്ഞു പോകണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇവിടെ വിജയത്തിന്റെ കാഹളം സൃഷ്ടിച്ച മുഴുവൻ ആളുകൾക്കും അഭിവാദ്യമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. വന്ദേ മാതരം.